അത് ഞാൻ ഒന്നാമത്തെ കാര്യം അത് വാർത്ത കേട്ടില്ല. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ഇതൊന്നും കാണാനുള്ള സമയമേ കിട്ടിയില്ല. പിന്നെ എന്താണ് അത് എന്ത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞെന്നുള്ളത് നോക്കിയാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. വിദഗ്ധ സമിതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ആ ചോദ്യം ആവർത്തിക്കുകയാണല്ലോ. വിദഗ്ധ സമിതിക്ക് അങ്ങനെ ഉപകരണങ്ങൾ പരിശോധിക്കാനുള്ള സാവകാശമില്ല. ഒരുപാട് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങനെ സമിതി റിപ്പോർട്ട് കാണട്ടെ, കണ്ടിട്ട് ഞാൻ അതിന് നല്ല ആൻസർ പറയാം. ഞാൻ അതങ്ങനെ അതാണ് ഒരു ഉപകരണം കേടായി എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. മനഃപൂർവ്വം കേടാക്കി എന്ന് പറഞ്ഞ പത്രങ്ങളിലൊക്കെ അത് വലിയ വാർത്തകളൊക്കെ ആയിരുന്നു. അത് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. അതിനെപ്പറ്റി അത് ആലപ്പുഴയുള്ള ഒരു പ്രൊഫസർ, പിന്നെ ആലപ്പുഴയുള്ളൊരു ബയോമെഡിക്കൽ എഞ്ചിനീയർ, ഇവിടുത്തെ ബയോമെഡിക്കൽ എഞ്ചിനീയർ, അങ്ങനെ വലിയ 3 സംഘ സമിതി അന്വേഷിച്ച് അത് കണ്ടെത്തി. അതിനകത്ത് അങ്ങനെ അതൊന്നും മനഃപൂർവ്വം കേടാക്കിയതൊന്നുമല്ല. അത് 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 അവരുടെ കമ്പനിയുടെ തന്നെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരുന്നു. അത് കമ്പനിക്കാർ കണ്ട് നന്നാക്കി തിരിച്ചുകൊണ്ട് തരികയും ചെയ്ത് അത് ഉപയോഗിക്കുന്നു. ഇല്ല, അങ്ങനൊന്നുമില്ല. അതിപ്പോ ഒരു വർഷത്തിന് മുമ്പ്, ഞാൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആകുന്നതിന് മുമ്പ് നടന്ന ആ സംഭവമാണ്. അത് പിന്നീട് അതിന് ശേഷമൊക്കെ അതിന്റെ എൻക്വയറി തെളിവെടുപ്പും അതിന്റെ റിപ്പോർട്ട് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ ഭാഗമാണ്. അപ്പൊ അതിനെനിക്ക് അറിയാം. അല്ല, അപ്പൊ ഈ ഉപകരണ ഭാഗം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ഉപകരണ ഭാഗം കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞുള്ള അത് വെറും ആരോപണം മാത്രമായി. അത് വെറും ആരോപണങ്ങൾ മാത്രമല്ല. ഇതൊക്കെ ഈ എല്ലാ ആരോപണങ്ങളുടെയും പുറത്ത് എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിനകത്തൊന്നും അങ്ങനെയൊന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു കാര്യം കൂടെ ഡോക്ടർ ചോദിച്ചോട്ടെ. അതായത് ഇപ്പം മന്ത്രി തന്നെ മാധ്യമങ്ങൾ, അതായത് ഡോക്ടറുടെ മെമ്മോയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ എത്തുന്നത്. ആ മാധ്യമങ്ങളോട് മന്ത്രി ഒരു വെളിപ്പെടുത്തൽ പോലെ പറയുകയാണ്, അവിടെ ഒരു ഉപകരണം കാണാതെ പോയിട്ടുണ്ട്, അത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഒരു ഉപകരണം. അപ്പോ അതൊരു ഡോക്ടറെ ഒരു ഇരുട്ടത്ത് നിർത്തുന്ന ഒരു മറുപടിയല്ലേ? അല്ല, അത് ഞാൻ ഒന്നാമത്തെ കാര്യം അത് വാർത്ത കേട്ടില്ല. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ഇതൊന്നും കാണാനുള്ള സമയമേ കിട്ടിയില്ല. പിന്നെ എന്താണ് അത് എന്ത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞെന്നുള്ളത് നോക്കിയാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും.